പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു കല്ലെടുത്തെറിഞ്ഞാൽ വീഴുന്നൊക്കെ ഒരു ബിടെക്കുകാരന്റെ തലയിലാണ്. ഇന്ന് അതേ അവസ്ഥ ഏകദേശം ആന്റർപ്രന്യൂഴ്സിന്റെ അവസ്ഥയിലും എത്തിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ശരിക്കും ഇത് ആന്റർപ്രന്യൂർഷിപ്പ് തന്നെയാണോ ഇവനൊക്കെ ചെയ്യുന്നത്? ആന്റർപ്രന്യൂർഷിപ്പ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് എന്താണ്? സംരംഭകൻ എന്നാണ്. സംരംഭകൻ എന്ന് പറഞ്ഞാൽ ഒരു സംരംഭം കെട്ടിപ്പടുത്തുന്ന ഒരാളാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി എന്നുള്ളതുകൊണ്ട് ഒരു സംരംഭകനായി എന്ന് പറയാൻ പറ്റില്ല. ഒരു സംരംഭമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത്രയും സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു മോഡലിലേക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്ന ഒരു ഐഡിയ, ഒരു ബിസിനസ് ഐഡിയയുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരാൾക്ക് മാത്രമേ ഒരു സംരംഭകൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു കട തുടങ്ങുന്ന ഒരാളെയും വേണമെങ്കിൽ നമുക്ക് ആന്റർപ്രന്യൂർ തന്നെ പറയാം. ഒരു ചെറിയ മുറുക്കാൻ കട തുടങ്ങിയാലും ഒരു പരിധിവരെ ഒരു ആന്റർപ്രന്യൂർ ആണ്. പക്ഷേ ആക്ച്വൽ ടേംസിൽ അയാൾ ഒരു സെൽഫ് എംപ്ലോയി ആണ്. കാരണം അദ്ദേഹം സ്വയം തൊഴിൽ ചെയ്യുന്ന ആളാണ്. ഈ സ്വയം തൊഴിലും സംരംഭം തുടങ്ങുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. സ്വയം തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം കഴിവുകളെ ആസ്പദമാക്കി ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന, എന്റെ മാത്രം സമയവും എന്റെ മാത്രം എനർജിയും എന്റെ മാത്രം പൈസയും എന്റെ മാത്രം കഴിവുകളും യൂസ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുന്നതിനാണ് സ്വയം തൊഴിൽ എന്ന് പറയുക. നല്ലതാണ്, അത്തരത്തിലുള്ള കഴിവുകളുള്ള ആൾക്കാർക്ക് ഇന്ന് അതിനുള്ള ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റികളുണ്ട്. പക്ഷേ സംരംഭം എന്ന് പറയുമ്പോൾ എന്റെ ഒരു ആശയത്തിനെ അത് ലോകത്തിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാവുന്ന, അതിനെ ഒരു ഷിയർ ഐഡിയ, ഒരു കഴിവിൽ നിന്ന് മാറ്റി അതിനെ വലിയൊരു മോഡലാക്കി മാറ്റാൻ പറ്റുന്ന, അതിനകത്ത് എന്റെ മാത്രം കഴിവുകളല്ല, മറ്റുള്ളവരുടെ കഴിവുകളും മറ്റുള്ളവരുടെ റിസോഴ്സുകളും മറ്റുള്ളവരുടെ എബിലിറ്റികളും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കുമ്പോഴാണ് നമുക്ക് സംരംഭം എന്ന് പറയാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നിർവചനം അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന തൊഴിൽ എന്തെങ്കിലും ആവട്ടെ, അതൊരു സംരംഭമാണോ അതോ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആണോ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. പിന്നെ എപ്പോഴും ഒരു സെൽഫ് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഒരു രണ്ട് റെസ്ട്രിക്ഷൻസ് അതിനകത്തുണ്ടാവും. ഒന്ന്, എന്റെ കഴിവിനനുസരിച്ച് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്റെ കയ്യിൽ ആ കൂടി 24 മണിക്കൂറുള്ളൂ, എന്ത് 16 മണിക്കൂർ ഞാൻ പ്രവർത്തിച്ചെന്ന് വരാം. അപ്പോൾ ആ കൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ 16 മണിക്കൂറിന്റെ വില എനിക്ക് കൂട്ടിക്കൊണ്ടിരിക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ഒരു ലിമിറ്റ് ഉണ്ട്. എപ്പോഴും സെൽഫ് എംപ്ലോയ്മെന്റ് പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ലിമിറ്റ് ഉണ്ട്, അതിന് മുകളിലേക്ക് ഇത് പോവില്ല എന്നുള്ളതാണ്. അതേസമയത്ത് ഒരു സംരംഭമാണെന്നുണ്ടെങ്കിൽ അതിന് ലിമിറ്റില്ല. അത് എന്റെ മാത്രം എബിലിറ്റിയെയും എന്റെ മാത്രം സമയത്തെയും എന്റെ മാത്രം കഴിവുകളെ ആസ്പദമാക്കിയല്ല ഇരിക്കുന്നത്, ഇത് സ്കെയിലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന മേഖല ഏതാണോ, അതിൽ നമ്മൾ തുടങ്ങുന്ന സംരംഭമാണോ സ്വയം തൊഴിലാണോ എന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയണം.